നമ്മൾ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് ലോക്ക് ചെയ്തിടേണ്ടി വരും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഇതിനായിട്ട് പ്രത്യേക സെറ്റിങ്സ് ഉണ്ട്. എന്നാൽ എല്ലാ മൊബൈലിലും ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുന്ന സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഹൈഡ് ചെയ്യുന്ന സംവിധാനം പല മൊബൈലിലും കാണുന്നുണ്ട്. ഞാൻ 1-2 മൊബൈലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുന്ന സംവിധാനം, ഹൈഡ് ചെയ്ത സംവിധാനം ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവശ്യത്തിനും അല്ലാതെയും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓക്കെ, വലതുവശത്ത് കാണുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ്, ഇടതുവശത്ത് റിയൽമിയുടെ മൊബൈലാണ്. റിയൽമിയുടെ മൊബൈലിലെ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മോർ ഫീച്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ലോക്ക് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാം, ഹൈഡ് ചെയ്യാം എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ എവിടെയും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണുന്നേയില്ല. സാംസങ്ങിൻ്റെ മൊബൈലാണ് ഞാനിപ്പോൾ രണ്ടാമത് കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ലോക്കിൻ്റെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് കാണിക്കും. 6 അക്ക പാസ്വേഡ് അത് കൊടുക്കുക. അതിനുശേഷം യൂസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും കൺഫേം പാസ്വേഡ് അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഓപ്ഷൻസ് ഇവിടെ ലഭിക്കും. നമ്മുടെ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഞാൻ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ എന്ന ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കസ്റ്റം ക്വസ്റ്റ്യൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് അതിനൊരു ആൻസർ കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് അതിനൊരു ആൻസർ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മറന്നു പോകാത്ത ഒരു ആൻസർ കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ലോക്കായിട്ടും ഉണ്ടാകും. ആ ആപ്ലിക്കേഷനും തുറന്നു നോക്കാം. കണ്ടോ, ഇവിടെ ലോക്ക് ചോദിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത കൃത്യമായിട്ടുള്ള ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ തുറന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ലോക്കായിട്ടുണ്ടാവും, നമുക്ക് തുറക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി അത് തുറക്കണം എങ്കിൽ, അതായത് പാസ്വേഡ് വേണ്ട എങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ മോർ ഫീച്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഓഫ് ആപ്പ് ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു പാസ്വേഡ് ഒന്നുകൂടി എൻ്റർ ചെയ്താൽ മതി. ആ ലോക്ക് അവിടെ നിന്നും ഒഴിവാകും. ഓക്കെ, പിന്നെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അതേ ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യുകയാണ്. വീണ്ടും ഇവിടെ മോർ ഫീച്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ലോക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഹൈഡ് എന്ന ഭാഗം ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ വീണ്ടും പാസ്വേഡ് ചോദിക്കും. നമ്മൾ പാസ്വേഡ് ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് അതേ പാസ്വേഡ് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ നേരത്തെ പോലെ സെറ്റിങ്സ് ആണ് കാണിക്കുക. ഞാനിപ്പോൾ അതേ പാസ്വേഡ് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആക്സസ് കോഡ് എന്ന ഭാഗമുണ്ട്, ഹോം സ്ക്രീൻ ഫോൾഡർ എന്ന ഭാഗവും ഉണ്ട്. ഞാനിവിടെ ആക്സസ് കോഡ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കും. പക്ഷേ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഞാനത് കൊടുക്കുമ്പോൾ ഇവിടെ അത് എൻ്റർ ആകുന്നില്ല. ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കൊരു 12 അക്ക പാസ്വേഡ് വരെ ഇതിൽ നൽകാൻ സാധിക്കും. പക്ഷേ ആദ്യവും അവസാനവും #ടാഗ് ഇടണം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ #ടാഗ് ആദ്യം കൊടുത്തു. എന്നിട്ട് ഒരു 4 അക്കം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 2 3 മാത്രം കൊടുത്തിട്ടുണ്ട്. # കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ നമുക്കത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡൺ കൊടുക്കുകയാണ്. ഡൺ കൊടുത്തു. അതിനുശേഷം ഇതുപോലെ കാണിക്കും. താഴെ വീണ്ടും ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഡൺ കാണിക്കുന്നുണ്ട്. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ ആപ്ലിക്കേഷൻ അപ്രത്യക്ഷമായി. എവിടെ നോക്കിയാലും ആ ആപ്ലിക്കേഷൻ കാണാനേ സാധിക്കില്ല. ഓക്കെ, ഇനി ആ ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാനിവിടെ ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ വരും. അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഹൈഡ് ആപ്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യം കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ, 1 2 3 4 5 6, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഹിഡൻ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡോൺ ഹൈഡ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഹിഡൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡോൺ ഹൈഡ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും വന്നു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ചെയ്തിട്ട് പഴയ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ സാധിക്കും. ഓക്കെ, വളരെ നല്ല ഓപ്ഷനാണ് ഇപ്പോൾ റിയൽമി എന്ന ഈ ഒരു മൊബൈലിൽ ഞാൻ കാണിച്ചത്. എന്നാൽ ഇവിടെ സാംസങ്ങിൻ്റെ മൊബൈലുണ്ട്. അതിൽ ഇതുപോലെ ലോക്ക് സിസ്റ്റം കാണുന്നില്ല, എന്നാൽ ഹൈഡ് സിസ്റ്റം ഉണ്ട്. ആപ്ലിക്കേഷൻ എങ്ങനെ ഹൈഡ് ചെയ്യാം? അതിനായിട്ട് മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക.
അപ്പോൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹൈഡ് ആപ്സ് വീണ്ടും കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ 2 ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്തത് കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ ബാക്ക് വന്നിട്ട് ഇവിടെ എയർടെൽ എന്ന ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്യുന്നത്. ഇവിടെ അതേ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ആപ്സ് സെലക്ട് ചെയ്ത് എയർടെൽ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം മുകളിൽ എയർടെൽ വന്നിട്ടുണ്ട്, ഡൺ കൊടുക്കുകയാണ്. നേരെ ബാക്ക് വരുമ്പോൾ കണ്ടോ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. എവിടെ നോക്കിയാലും ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല. ഇനി നമുക്കത് തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വീണ്ടും അതേ സെറ്റിങ്സിൽ പോയിട്ട് ഹൈഡ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യണം. ഹൈഡ് ആപ്പ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ഹൈഡ് ആപ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹൈഡ് ആപ്സ് വീണ്ടും സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ആ ടിക്ക് മാർക്ക് ഒഴിവാക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു എയർടെൽ ആപ്ലിക്കേഷൻ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും പഴയ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അത് കൊണ്ടിടാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ പല മൊബൈലുകളിലും ഉണ്ട്. പക്ഷേ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം എല്ലാ മൊബൈലിലും കാണുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഞാൻ ഈ കാണിച്ച സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.